ഹലോ മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ? നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നോ? ഈസി ആയിരുന്നോ? അതോ നിങ്ങൾക്ക് ടഫായിട്ടാണോ തോന്നിയത്? അതോ കൺഫ്യൂസിങ് ആയിരുന്നോ ക്വസ്റ്റ്യൻ പേപ്പർ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് അറിയിക്കുക. കാരണം മിസ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ അപ്പം തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ്. ആരോടും എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നതിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഒത്തിരി ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഡെറിവേഷൻസ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ല അല്ലേ, കുറച്ച് ഡെറിവേഷൻസൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ചില ചോദ്യങ്ങൾ നമ്മൾക്ക് ഒരു എന്താണ് ചോദ്യം എന്ന് മനസ്സിലാകാത്ത, അല്ലെങ്കിൽ എന്താണ് അവിടെ എഴുതേണ്ടത് എന്ന് മനസ്സിലാകാത്ത ഒരു 3-4 ചോദ്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി കണ്ടപ്പോൾ. അപ്പോൾ അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഉത്തരം എഴുതിയാൽ തന്നെയും നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം വരെയുള്ള പേപ്പർ വാല്യുവേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. എന്തായാലും ഇന്നുകൊണ്ട് പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? കമ്പ്യൂട്ടർ സയൻസുകാർ ഇന്നുകൊണ്ട് ഫ്രീ ആയി. ഇനി ബയോളജിയിലെ കുട്ടികൾക്ക് അതും കൂടെ ഉള്ളൂ പരീക്ഷ. അത് കഴിയുമ്പോൾ നിങ്ങളുടെ +1 കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. എന്ന് വെച്ചാൽ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫായി നിന്നതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ നമ്മൾക്ക് പോസിറ്റീവ് ആവുന്ന രീതിയിൽ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ചോദ്യപേപ്പറിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് അറിയിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ആൻസർ കീ ഇടുമ്പോൾ തന്നെ മിസ്സിന് അറിയാം ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിക്കും. കാരണം നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നുള്ള ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മിസ്സ് സമയം കണ്ടെത്തി തന്നെ റിപ്ലൈ തരും. കാരണം +2 കാർഡത് തന്നെ ഇങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടില്ല. കാരണം അവർ പിന്നെയും എക്സാമിൻ്റെ ഇടയിലും ഒക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഒത്തിരി വലിയ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലെ കമൻസിൽ ചോദിക്കുമ്പം ചിലപ്പോൾ അതിനെല്ലാത്തിനും ഉത്തരം തരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സംശയമുള്ളത് മിസ്സിന് എന്ത് ചെയ്യുക, വാട്സപ്പിലേക്ക് അയക്കുകയാണെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടെങ്കിൽ റിപ്ലൈ തരാൻ പറ്റുമല്ലോ. മറ്റേത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ചെറിയ ഡൗട്ട്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വലിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പിൽ ചോദിക്കുക. വാട്സപ്പ് നമ്പർ തരാം. പിന്നെ നമ്മൾ ഇനി +1 കഴിഞ്ഞു, ഇനി +2 നമുക്ക് കിടക്കുന്നുണ്ട്. സോ +2 നിങ്ങൾ ഇതുപോലെ പഠിച്ച് നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് തന്നെ പഠിച്ചു പോകണമെങ്കിൽ നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തന്നെ പോവുക കേട്ടോ. പിന്നെ ഒരു എക്സ്ക്യൂസ് പറയാനുണ്ട്. ഇന്നലെ മിസ് 2 വീഡിയോ ന്യൂമറിക്കൽസിൻ്റെത് ചെയ്തിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, വളരെ അൺലക്കാന്ന് വേണമെങ്കിൽ പറയാം. നെറ്റ്വർക്കിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അത് അപ്ലോഡ് ആയത് ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ ഇന്ന് രാവിലെ, അതായത് 9 മണിക്ക് ശേഷമാണ് അപ്ലോഡായി കിട്ടിയത്. ഒരുപാട് ട്രൈ ചെയ്തു, എന്തൊക്കെയോ ചെയ്തിട്ടൊന്നും അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ഒരു സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അതിനകത്തുനിന്ന് ഞാൻ ഓസിലേഷൻസിൽ ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അതിനകത്ത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാനാണ്, നമുക്കത് നിർഭാഗ്യമെന്ന് പറയട്ടെ. പോട്ടെ, സാരമില്ല. എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്തായാലും അടുത്ത വർഷം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ഓർഡറിൽ എല്ലാ ടോപ്പിക്കിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ആൻസേഴ്സ് നോക്കാം. ഇനി മിസ് ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ടഫായിരിക്കാം, അതങ്ങ് വിട്ടേക്കുക. കഴിഞ്ഞല്ലോ, +1 പരീക്ഷ കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് +2 നല്ല രീതിയിൽ പഠിക്കാനുള്ള വഴി നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ, ഡയമെൻഷണൽ ഫോർമുല ഫോർ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റേഴ്സ് m⁻⁻1 L³ T⁻²? ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ, അത് ക്ഷമിക്കുക. അത് പെട്ടെന്ന് അയച്ചു തന്നപ്പം എന്തോ ക്ലാരിറ്റി കുറവായിരുന്നു. ഞാൻ പിന്നെ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിനൊന്നും വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുകയാണ്. ഓക്കെ, അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? C ആണ്. m⁻⁻1 L³ T⁻². ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം F = G m1m2/r² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് G = F r²/m1 × m2 ആണ്. അപ്പോൾ അതിൻ്റെ Fൻ്റെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡയമെൻഷണൽ ഫോർമുല കിട്ടുന്നത് ഇതാണ് കേട്ടോ. ദെൻ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ. ഡിസ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. റിങ്ങിൻ്റെതാണ് mr² വരുന്നത്. ഡിസ്കിൻ്റെ ആൻസർ വരുന്നത് mr²/2 ആണ്, അതായത് ½ mr² ആണ്. മൂന്നാമത്തെ ചോദ്യം, എക്സസ് പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിളേഴ്സ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ, ഇൻസൈഡ് ദ സോപ്പ് ബബിളേഴ്സ് 4s/r. ലിക്വിഡ് ഡ്രോപ്പ് ആണ് 2s/r. ബബിളിന് 2 സർഫസ് ഉള്ളത് കൊണ്ട് 4s/r ആണ്. ആദ്യത്തെ 3 ചോദ്യങ്ങളും നമ്മുടെ ചോദ്യപേപ്പറിൽ ഉള്ളതാണ്. ദെൻ
heat given to a system is used to increase the internal energy and doing external work. This is first law of thermodynamics. അടുത്തത്, according to kinetic theory of gases, the collision between gas molecules are elastic. Elastic collision ആണ് നടക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് എന്താണ്? ട്രൂ ആണ്. ആറാമത്തത്, യെസ്, കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണത്. കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? എന്ത് വേണമെങ്കിലും എഴുതാം. എന്ന് വെച്ചാൽ force is directly proportional to displacement, അതായത് F is directly proportional to minus x, അല്ലെങ്കിൽ acceleration is directly proportional to minus x, അല്ലെങ്കിൽ എന്താ എഴുതേണ്ടത്? the acceleration is directed towards the mean position, അല്ലെങ്കിൽ force എന്ന് പറഞ്ഞാൽ restoring force ആണ് which is directed towards the mean position. അതൊരു കണ്ടീഷൻ ആയിട്ട് എഴുതാം. ഇനി ഇതല്ല എങ്കിൽ ചിലപ്പം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും d2x/dt² plus omega² x is equal to 0. ഇതെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM ആണ്. അത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരേണ്ടതാണ്. കാരണം കണ്ടീഷൻ എന്ന് പറഞ്ഞ് എടുത്ത് പറയുമ്പോൾ നമുക്ക് എന്താണ് എഴുതേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എഴുതിയാലും മാർക്ക് തരണം. A is equal to -omega² x എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് തരേണ്ടതാണ്. സോ ഇതിനകത്ത് ഏത് എഴുതിയാലും നിങ്ങൾക്ക് കണ്ടീഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ആർ ബീറ്റ്സ്? വേവ്സിൻ്റെ അവസാനം വരുന്നതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. രണ്ട് വേവ്സ്, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ബീറ്റ്സിന് എന്തുണ്ട്? റെഗുലർ റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് സൗണ്ട് ആണ് ഉണ്ടാവുക. അപ്പോൾ ബീറ്റിൻ്റെ വേവ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബീറ്റ് വേവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങൾ പടം ഒന്നും കാണിക്കേണ്ട. വാട്ട് ആർ ബീറ്റ്സ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് ജസ്റ്റ് ബീറ്റ്സ് എന്താണെന്ന് മാത്രം എഴുതുക. ടു വേവ്സ് വിത്ത് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് സൂപ്പർ ഇമ്പോസ് ബീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അത്ര മാത്രം മതി, വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഒരു മാർക്കല്ലേ. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യം, റൈറ്റ് 2 യൂസസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. 2 യൂസസ് എഴുതാം. ഒന്നെന്താണ്? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. രണ്ടാമത്തത് ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇനി മറ്റൊന്ന് വേണമെങ്കിൽ ടു ഡിറൈവ് ദ ഡയമെൻഷൻ ഓഫ് ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ഇൻ ആൻ ഇക്വേഷൻ. നാലാമത് to convert the system from one unit to another, to convert the unit from one system to another. പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണം എഴുതിയാൽ മതി. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷനും ടു ഡിറൈവ് ദ റിലേഷൻ അമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എഴുതിയാൽ മതി. സ്റ്റേറ്റ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 6.320 ജൂൾ. എത്രയുണ്ട്? 1, 2, 3, 4. 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇവിടെ 2370. ഇവിടെ യൂണിറ്റ് വന്നിട്ടുണ്ട് g/cm³ എന്ന്. അതുകൊണ്ട് ഇവിടെയും ഡയമെൻഷൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണ്? 4 ആണ് വരുന്നത്. ഓക്കെ, യെസ്. അടുത്തത്, derive the relation v equals u plus at. ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? യെസ്. ആക്സലറേഷൻ ഈക്വൽസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ആ ഇക്വേഷൻ ആണ് തുടങ്ങുന്നത്. അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തത്, ഡിഫൈൻ പവർ, റൈറ്റ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. പവർ എന്താണ്? വർക്ക് ഇൻ യൂണിറ്റ് ടൈം ആണ് പവർ. യൂണിറ്റ് എന്താണ്? വാട്ട് ആണ് യൂണിറ്റ്. ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കാം. എന്താണ്? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലേ? അപ്പോൾ mL² T⁻² ആണ് ബൈ ടൈം അല്ലേ? അപ്പോൾ ഈ L² ഈ T മേലേക്ക് പോകുമ്പോൾ T⁻⁻1 ആവും. T⁻2 × T⁻1 ദാറ്റ് ഈസ് mL² T⁻³ ആണ് പവറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത്. എക്സ്പ്ലെയിൻ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ റിലേറ്റഡ് ടു തെർമൽ എക്സ്പാൻഷൻ. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് എന്ത് കിട്ടണം? ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടണം. പക്ഷേ വാട്ടറിൻ്റെ കേസിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയുകയാണ് ചെയ്യുക. പിന്നീടാണ് വോളിയം കൂടുന്നത്. ഇതിനെയാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ റിലേറ്റഡ് ടു തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ 4 ഡിഗ്രി സെൽഷ്യസ് ദ വോളിയം ഈസ്, വെൻ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ് ദ വോളിയം ഇസ് നോട്ട് ഇൻക്രീസിങ് ബട്ട് ഡിക്രീസിങ്. ആഫ്റ്റർ 4 ഡിഗ്രി സെൽഷ്യസ് വോളിയം കൂടും. ഇനി അനോമലസ് ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതിയെന്ന് വിചാരിക്കുക. അതായത് അക്വാട്ടിക് ലൈഫിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ അനോമലസ് ബിഹേവിയർ കാരണം. അങ്ങനെയൊക്കെയുള്ള അനോമലസ് ബിഹേവിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി മാർക്കെങ്കിലും കിട്ടേണ്ടതാണ്. ഓക്കെ, അടുത്തത്, സ്റ്റേറ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് കൂളിംഗ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the difference in temperature and surroundings. The difference in the temperature between the system and the surroundings. System surroundings inde temperature
ഡിഫറൻസ് അനുസരിച്ചാണ് ഒരു സിസ്റ്റത്തിൻ്റെ കൂളിംഗ് റേറ്റ് ഉണ്ടാവുക. അപ്പോൾ dQ/dt ഈസ് പ്രൊപ്പോർഷണൽ ടു -T ആണ്. മൈനസ് സൈൻ കാണിക്കുന്നത് എന്താണ്? കൂൾ ചെയ്യാന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചാലും മാർക്ക് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ എഴുതിയാൽ നല്ലത്. ഇനിയിപ്പോൾ ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് കൂളിംഗ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഓക്കെ, ഇത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ്, റൈറ്റ് ദ CV ആൻഡ് CP വാല്യൂസ് ഓഫ് 1 mole ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. ഇതൊക്കെ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ചോദ്യമാണ്, CVയും CPയും ഒക്കെ. പക്ഷേ കൈനറ്റിക് തിയറിയുടെ അവസാനം വരുന്നതാണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണിത്. അപ്പോൾ CV എന്ന് പറയുന്നത് എന്താണ്? 5/2 R ആണ് CV എന്ന് പറയുന്നത്. ഓക്കെ, ഡയറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CV പ്ലസ് R ആണ്. ദാറ്റ് ഈസ് 5/2 R പ്ലസ് R എന്ന് പറയുമ്പോൾ നമുക്ക് 5/5R പ്ലസ് 2R ഡിവൈഡഡ് ബൈ 2 കിട്ടും. ദാറ്റ് ഈസ് 7R/2. 7/2 R ആണ് CPയുടെ വാല്യൂ കിട്ടുന്നത് ഫോർ 1 mole ഓഫ് ഡയറ്റോമിക് ഗ്യാസ്. ഇത് ചിലപ്പോൾ ഒത്തിരി പേര് വിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണ്? ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അധികവും നമ്മൾ എന്താണ് സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളാണ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ കൂട്ടത്തിലും പറയുന്നതാണ്. സ്റ്റേറ്റ് ചെയ്യണം. എക്സ്പ്ലെയിൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് ഡിറൈവ് ചെയ്താൽ മതി. റിസൾട്ടൻറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അറിയാമല്ലോ അല്ലേ. നെക്സ്റ്റ്, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആൻഡ് ഷോ F = ma. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് അല്ലേ. അത് വെച്ചിട്ട് F = ma ഡിറൈവ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ. എന്താണ്? dP/dt ഈസ് പ്രൊപ്പോർഷണൽ ടു F ആണ്. ദാറ്റ് ഈസ് d/dt ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ m ഇൻറ്റു dV/dt ഈസ് ഈക്വൽ ടു F അല്ലേ. dV/dt എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. സോ m ഇൻറ്റു a ഈസ് ഈക്വൽ ടു F. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. 3 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് നമ്മൾ 3 ലോയും സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ്. സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് പീരിയഡ്, law of orbit അല്ലേ. planets revolve around the sun in an elliptical orbit with the sun at one of its foci. രണ്ടാമത്തത് the aerial velocity of a planet is constant. രണ്ടാമത്തെ ലോ എന്താണ്? law of area. മൂന്നാമത്തത് എന്താണ്? law of period എന്ന് പറഞ്ഞാൽ that square of time period is directly proportional to the cube of semi major axis. അതാണ് കെപ്ലറിൻ്റെ 3 ലോ. ചിലപ്പോൾ ചിലർ അതിൻ്റെ പേര് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ. അതിനൊക്കെ എന്തായാലും ഒരു 1.5 മാർക്കൊക്കെ കിട്ടും. സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാലും. ഓക്കെ, എക്സ്പ്ലെയിൻ യങ്സ് മോഡുലസ്, റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ, അക്കോർഡിംഗ് ടു ഹൂക്സ് ലോ. അപ്പം നമ്മളിവിടെ ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ അല്ലേ, അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ് ബൈ ടെൻസൈൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ലോഞ്ചിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിനൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. അപ്പോൾ യങ്സ് മോഡുലസ് ഇസ് ദ റേഷ്യോ ഓഫ് ടെൻസൈൽ സ്ട്രെസ് ടു ടെൻസൈൽ സ്ട്രെയിൻ ആണ് അല്ലേ. അതിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ് വരിക? സ്ട്രെയിന് അല്ല യൂണിറ്റ് അല്ലേ. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ്. അതായത് പ്രഷറിൻ്റെ അതേ യൂണിറ്റ് ആണ് N/m². സോ അതേ യൂണിറ്റ് തന്നെയാണ് യങ്സ് മോഡുലസിനും വരുന്നത്. N/m² ആണ്, അല്ലെങ്കിൽ പാസ്കൽ നേടിയാലും മതി. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പടം വരയ്ക്കുക. ഇനിയിപ്പോൾ ചിലർ ഉണ്ടാവും പടം വരച്ചിട്ടുണ്ടാവില്ലായിരിക്കാം, സാരമില്ല. നിങ്ങൾ പടം വരച്ചിട്ടില്ലെങ്കിലും എന്താണ് അതിൻ്റെ സംഭവം എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ വലിയ ഫോഴ്സാണ് വരുന്നത്. അത് ആംപ്ലിഫൈഡ് ആയിട്ട് വരും. കാരണം ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇവിടെ കൊടുക്കുന്ന പ്രഷറും ഈക്വൽ ആയിരിക്കും അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്നുള്ള ആ ലോ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് പാസ്കൽസ് ലോ എന്ന് എഴുതിയാൽ തന്നെ 1 മാർക്കായി കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ രണ്ടത്തെയും പ്രഷർ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ F/a ഇസ് ഈക്വൽ ടു F/a. അപ്പോൾ F ഇസ് ഈക്വൽ ടു f/a ഇൻറ്റു A അല്ലേ. ഈ ഏരിയ ഇവിടുത്തെ വളരെ കൂടുതലായതുകൊണ്ട് A/a എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. Therefore F is very much greater than f. അതാണ് എന്ത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ദ എക്സ്പ്രഷൻസ് ഫോർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഡ്രോ ദെയർ വേരിയേഷൻസ് ഇൻ എ ഗ്രാഫ്. ചെയ്തിട്ടുണ്ടോ? അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മിസ് ചെയ്ത വീഡിയോയിൽ അതുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½ k × a² - y² ആണ്. y ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ k y² ആണ്.
പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഇതാണ്. ഇനി ഇവരുടെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ വർക്ക് എനർജി പവറിൽ വരച്ചതുപോലെ തന്നെയാണ്. എക്സ് ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് വൈയും എടുക്കുക, വൈ ആക്സിസിൽ എനർജി എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജിയാണ് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരിക. ഇതാണ് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ സ്പീഡ് ഓഫ് ലോഞ്ചിനൽ വേവ് ആൻഡ് റൈറ്റ് ദ വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആഫ്റ്റർ ലാപ്ലേസ് കറക്ഷൻ. ലാപ്ലേസ് കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ഓഫ് ലോഞ്ചിനൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൻ്റെ ഇക്വേഷൻ വരുന്നത് v √E/ρ ആണ്, where E is the modulus of elasticity. ഓക്കെ, അപ്പോൾ അത് സോളിഡ്സിൻ്റെ കേസിലാണെങ്കിൽ y/ρ എന്ന് വരും, ലിക്വിഡ്സിൻ്റെ കേസിലാണെങ്കിൽ b/ρ എന്ന് വരും. y എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് ആവും, ലിക്വിഡ്സിൻ്റെ കേസിൽ ഈ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ്, അപ്പോൾ p/ρ എന്ന് വരും. ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ v √P/ρ എന്നാണ് വരിക. ഇതാണ് ന്യൂട്ടൺ പറഞ്ഞത്. പക്ഷേ ലാപ്ലേസ് എന്ത് ചെയ്തു, ഇതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഗാമ കൊടുത്തിട്ട് പറഞ്ഞു ഗാമ p/ρ എന്ന് എഴുതിയാൽ മാത്രമേ ഇതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടുകയുള്ളൂ അല്ലേ, നമ്മുടെ കറക്റ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് റൂം ടെമ്പറേച്ചർ കറക്റ്റായിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ലാപ്ലേസിൻ്റെ കറക്ഷൻ ഫോർമുല. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഈ സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് വാല്യൂ, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് ഇൻ വാക്വം പറയുന്ന പോലെ നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല ഇതിന്. എന്നിരുന്നാലും നിങ്ങളൊരു 320 320നും 330നും ഒക്കെ ഇടയിൽ ഒരു വാല്യൂ എഴുതിയാൽ തന്നെ അത് വാല്യൂ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണത് ആൻസർ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഓരോ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആ വാല്യൂ ഓരോന്നാണ്. റൂം ടെമ്പറേച്ചറിൽ 340 ആണ്, പക്ഷേ 0 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കുറയുമ്പം സ്പീഡ് ഓഫ് സൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ സ്പീഡ് ഓഫ് ലോഞ്ചിനൽ വേവ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ എന്താണ് സ്പീഡ് ഓഫ് ലോഞ്ചിനൽ വേവ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയുക. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ എനിക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അത്ര ഒരു സുഖമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആൻസർ any 3 questions from 22 to 25 each carries 4 scores. State work energy theorem. സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്, അതാണ് വർക്ക് എനർജി തിയറം. വർക്ക് ഇസ് ഈക്വൽ ടു ½ m v² - ½ m u² ആണ്. വാട്ട് ഇസ് എ കൊളീഷൻ? എക്സ്പ്ലെയിൻ ഇറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ 2 ബോഡീസ് കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോഡിയുടെ പാത്തിനെ മറ്റൊരു ബോഡി എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ വെലോസിറ്റീസ് ഇൻ്റർചേഞ്ച്ഡ് അല്ല, ഇവരുടെ വെലോസിറ്റീസ് മാറുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയും. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ എന്താണ്, ബിഫോറും ആഫ്റ്ററും മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആയിരിക്കും ഇലാസ്റ്റിക് കൊളീഷനിൽ. രണ്ടാമത്തത് ഇൻഇലാസ്റ്റിക് കൊളീഷനിലാണെങ്കിൽ ഇലാസ്റ്റിക് കൊളീഷനിൽ മൊമെൻറ്റവും കൈനറ്റിക് എനർജിയും കൺസേർവ്ഡ് ആണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും, പക്ഷേ കൈനറ്റിക് എനർജി നോട്ട് കൺസേർവ്ഡ് ആയിരിക്കും. മൂന്നാമത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളീഷൻ ഈ 2 സിസ്റ്റവും കൂടെ ഒറ്റൊരു സിസ്റ്റമായിട്ട് പോകുന്നതിനെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ് ബൈക്കിനെ വലിച്ചെടുത്തുകൊണ്ട് പോയി എന്ന് പറയില്ല, അതെന്താണ് ശരിക്കും പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ 1 ഡയമെൻഷണൽ കൊളീഷൻ ഉണ്ട്. അതായത് കൊളീഷന് ശേഷവും മുമ്പും ഒക്കെ ഇവർ ഒരേ സ്ട്രേറ്റ് ലൈനിൽ തന്നെ പോവുകയാണെങ്കിൽ 1 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറയും. 2 ഡയമെൻഷണൽ കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളീഷന് മുന്നേ ഇവർ സ്ട്രേറ്റ് ലൈനിലായിരിക്കും, പക്ഷേ ആഫ്റ്റർ കൊളീഷൻ ഇത് 2ആയിട്ട് തിരിച്ചു പോകും. നമ്മൾ ക്യാരം ബോർഡൊക്കെ കളിക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യം ഇങ്ങനെ തട്ടും, പക്ഷേ തട്ടിയതിന് ശേഷം അതിൻ്റെ സ്ട്രൈക്കർ ഒരു സ്ഥലത്തേക്കും കോയിൻ വേറെ സ്ഥലത്തേക്കും അല്ലേ പോവുക. അതെന്ന് പറയുന്നത് ഒബ്ലിക് കൊളീഷൻ അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ കൊളീഷനാണ്. ഇത്രയൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും ആദ്യത്തെ 2എണ്ണമെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്താലും മതി. ഏതെങ്കിലും 2 ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറയുമ്പോൾ 4 മാർക്കിനാണല്ലോ, അപ്പം ഏതെങ്കിലും 2 എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അതിൻ്റെ എക്സാമ്പിൾ മാത്രം എഴുതി വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കൊളീഷൻ ഇലാസ്റ്റിക് കൊളീഷൻ എക്സാമ്പിളാണ്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ 2 വെഹിക്കിൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത് ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി കൊളീഷന് ശേഷം ആക്സിഡൻറ്റിന് ശേഷം വലിയൊരു വണ്ടി ചെറിയ വണ്ടിയെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. അങ്ങനെയാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ടോർക്ക്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഇത് മോഡൽ എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ടോർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്, അതിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ്
ലീനിയർ മൊമെൻറ്റം അല്ലേ, അതാണ് ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് എഴുതിയാലും മതി, ഇവിടെ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്ന് എഴുതിയാലും ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് എഴുതുക, അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ് ആംഗുലർ മൊമെൻറ്റം, മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക്. സോ ഏത് ഡെഫിനേഷൻ എഴുതിയാലും കുഴപ്പമില്ല. ദെൻ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടോർക്ക് ഇസ് ഈക്വൽ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ട് വശവും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്ന് ചെയ്യും അല്ലേ. അങ്ങനെ ചെയ്തിട്ട് ഫൈനലി നമ്മൾ ഇതൊക്കെ പ്രോഡക്റ്റ് റൂളൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടും ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടും ഇത് കഴിയുമ്പോൾ. അതാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ എസ്കേപ്പ് സ്പീഡ്? യെസ്, നമ്മൾ പറയാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിനിമം സ്പീഡ് വിത്ത് വിച്ച് ദ ബോഡി ഇസ് ത്രോൺ സോ ദാറ്റ് ഇറ്റ് നെവർ കംസ് ബാക്ക് to the earth, അല്ലെങ്കിൽ it will escape from the gravitational pull of the earth. എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്ന ആ സ്പീഡിനെയാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് സ്പീഡ് ഓഫ് എ ബോഡി ഫ്രം ദ എർത്ത് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ. യെസ്, എന്താണ്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gr എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. എസ്കേപ്പ് സ്പീഡിന് അതല്ലാണ്ട് വേറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ക്യാപിറ്റൽ GM ഒക്കെ വെച്ച് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ഓഫ് 2gm ബൈ ക്യാപിറ്റൽ R എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതൊക്കെ ചെയ്താലും മതി. നെക്സ്റ്റ്, വാട്ട് ആർ ഐസോതെർമൽ ആൻഡ് അഡിയബാറ്റിക് പ്രോസസ്സ്? ഇതൊക്കെ നമ്മൾ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അഡിയബാറ്റിക് പ്രോസസ്സ് എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദ സിസ്റ്റം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. നമ്മളിതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡിയബാറ്റിക്കിൻ്റെ ഐസോതെർമലിൻ്റെ മാത്രം ഡെറിവേഷൻസ് പഠിച്ചാൽ മതി ആ ചാപ്റ്റർ എന്നുള്ളത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് വർക്ക് ഇസ് ഈക്വൽ ടു 2.303 nRT log V2 ബൈ V1 ആണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഡെറിവേഷൻ. ഇതേ ഡെറിവേഷൻ നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ടാവും. ആ ഡെറിവേഷൻ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, നെക്സ്റ്റ്, ആൻസർ എനി 3 questions ഈച്ച് ക്യാരി 5 scores. ഡ്രോ, നിങ്ങൾക്ക് തീരെ ക്ലാരിറ്റി ഇല്ല അല്ലേ, സാരമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മതിയെ. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. വരച്ചിട്ടുണ്ടാവുമല്ലോ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരച്ചാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്താണ്? ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഉപയോഗം എന്താണ്? നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം, ആക്സലറേഷൻ കണ്ടുപിടിക്കാം, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇതൊക്കെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾ എഴുതാം. Derive the equation S equals ut plus half at square from the velocity time graph. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയ അണ്ടർ ദ ഗ്രാഫ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് S equals ut plus half at square കിട്ടുന്നത് അല്ലേ. ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഫിഗർ ഷോസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ബോഡി. ദെൻ ഇതാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ ആണ്. എ ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 meter per second in a direction 30 degree from the ഹൊറിസോണ്ടൽ റേഞ്ച്. അത് തന്നെയാണെന്ന് തോന്നുന്നല്ലേ വാല്യൂസ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച്. സോറി കേട്ടോ, ക്ലാരിറ്റി ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുന്നതിന് നമുക്ക് ഞാൻ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്തതാണ്. u² sin 2 theta by g ആണ്. അപ്പോൾ u² എത്രയാണ്? 28 × 28 × sin 2 theta എന്ന് പറയുമ്പോൾ sin 2 × 30 by 9.8 ഈക്വൽസ് ഇവിടെ വരിക 28 × 28 × sin 60 ഡിവൈഡഡ് ബൈ 9.8. അതായത് 28 × 28 ഡിവൈഡഡ് ബൈ 9.8 × sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ഇത് ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. എനിക്ക് തോന്നുന്നു 69 സംതിങ് ആണോ നിങ്ങൾക്ക് കിട്ടിയത് മീറ്റേഴ്സ്. അല്ലെങ്കിൽ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാം കേട്ടോ. √3 എന്ന് പറഞ്ഞാൽ 1.73 ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ 69 സംതിങ് ആണ് കിട്ടിയതെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ നോക്കിക്കേ. അറ്റ് വാട്ട് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം? ഏത് വാല്യൂലാണ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം വരുന്നത്? ആംഗിളിലാണ്, 45 ഡിഗ്രിയിലാണ്. കാരണം R ഈക്വൽസ് u². ഏത് ആംഗിളിലാണെന്നേ ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുകയൊന്നും വേണ്ട. പക്ഷേ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ sin 2 theta എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സൈൻ്റെ ഏത് ആംഗിളാണ് 1 കിട്ടുക? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ 2 theta എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു 90/2, ദാറ്റ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രിയാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് വാല്യൂ മാത്രം എഴുതി വെച്ചാൽ മതി, കാരണം ഒരു മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ. ഓക്കെ,
ഇവിടെ മാക്സിമം ഹൈറ്റിൻ്റെ ഡെറിവേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണമല്ലേ. ഓക്കെ, 2 മാർക്കിൻ്റെ ഡെറിവേഷൻ. എച്ച് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ വരുന്നത്? എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. എച്ചിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ എളുപ്പമാണ് അല്ലേ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് പ്രൂവ് ചെയ്താൽ മതി, ഒരു പ്രശ്നവും. എഫ് ഇസ് ഈക്വൽ ടു സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഇസ് കോൺസ്റ്റന്റ് ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആബ്സെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എക്സ്റ്റേണൽ ഫോഴ്സസ് ആബ്സെൻറ്റ് എന്ന് എഴുതാൻ മറന്നുപോയി മിസ്. സാരമില്ല, അത് കുഴപ്പമില്ല കേട്ടോ. എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. അപ്പം നമ്മൾ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആബ്സെൻ്റ് ആകുമ്പോഴാണ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ലോ. പക്ഷേ കുഴപ്പമില്ല, ഫോഴ്സസ് ആബ്സെൻ്റ് എഴുതാൻ വിട്ടുപോയാലും ഒക്കെ മാർക്ക് തന്നോളും. ഡി പി ബൈ ഡി ടി 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി പി എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അതാണ് പ്രൂഫ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവണം അല്ലേ, നമ്മൾ ഒത്തിരി പറയാറുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തു നിന്നൊരു 10-55 മാർക്കിനോളം നമ്മളെ ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. 1-2 കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ, നമ്മൾ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ എടുത്ത് പറയാത്തതായിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. ഓക്കെ, ഞാനതിങ്ങനെ പ്രൂഫായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം അത്ര സംഭവമായിട്ട് പറയാനില്ല, കാരണം എല്ലാവരും തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ കുറേ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, പക്ഷെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഫ്രിക്ഷൻ മെൻഷൻ ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ്. ഏതൊക്കെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഒപ്പോസിങ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ 2 bodies in contact. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ? ആദ്യത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, പിന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, പിന്നെന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ, പിന്നെ ഇത് 3 മതി അല്ലേ. കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉള്ളത്. മെൻഷൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ജസ്റ്റ് പേരുകൾ എഴുതിയാൽ മതി. അറ്റ് ഇക്വിലിബ്രിയം ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ് 0 ആയിരിക്കും, അതിന് യാതൊരു സംശയമില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് സ്ട്രീം ലൈൻ ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തോടു കൂടി പോകുന്ന ഫ്ലോയിനെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ ഇതാണ്: ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ലേ വിൽ ബി കോൺസ്റ്റൻറ്റ്. അതായത് മുന്നിൽ പോകുന്ന ആളുടെ അതേ വെലോസിറ്റി തന്നെയായിരിക്കും പുറകിൽ പോകുന്ന ആളും പോകുന്നതാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ kinetic energy per unit mass plus potential energy per unit mass plus pressure energy per unit mass is equal to a constant. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇനി നിങ്ങൾ ചിലപ്പോൾ ഇത് പെർ യൂണിറ്റ് വോളിയം വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. kinetic energy per unit volume plus potential energy per unit volume plus pressure energy is equal to a constant എന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. What is viscous force and explain this coefficient of viscosity. Viscous force എന്ന് പറഞ്ഞാൽ the opposing force acting between liquid layers-നെയാണ് viscous force എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷവും ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബോർഡ് എക്സാമിൻ്റെ ആൻസർ കീ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പക്ഷേ അതിനകത്ത് ആൻസർ കീയിൽ ഒഫീഷ്യൽ ആൻസർ കീ വന്നപ്പം ഞാൻ കണ്ടത് എഫ് ഇസ് ഈക്വൽ ടു 6π∗RV എഴുതിയിട്ട് ഈറ്റ ഇസ് ഈക്വൽ ടു f/6πRV എന്ന് എഴുതിയ ഇക്വേഷനും മാർക്ക് കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഇക്വേഷൻ എഴുതിയതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ് ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ് ആണ് ഈറ്റ, അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഈറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ വരിക: വിസ്കസ് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ബിറ്റ്വീൻ ദ ലിക്വിഡ് ലെയേഴ്സ് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഈറ്റ a×dv/dx. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞാലും എന്താണ് വിസ്കോസിറ്റി ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. ഇതിനകത്ത് ശരിക്കും എ എന്ന് പറയുന്നത് 1ഉം dv/dx-ഉം 1 കൊടുത്തപ്പോൾ വരുന്നത് എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ഈറ്റ വരും. സോ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഇസ് ഈക്വൽ ടു ദ വിസ്കസ് ഫോഴ്സ് of liquid layers between liquid layers of area unity and unit velocity gradient. Unit velocity gradient unit area of cross section ഉള്ള രണ്ട് ലിക്വിഡ് ലെയേഴ്സിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന വിസ്കസ് ഫോഴ്സിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളൊന്നും പഠിക്കേണ്ട, നിങ്ങൾ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. ഡോണ്ട് വെറി. ഓക്കെ, കഴിഞ്ഞോ ക്വസ്റ്റ്യൻസ്? 29 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മക്കളെ നിങ്ങൾക്ക് എന്ത് തോന്നി? അഥവാ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു സുഖം തോന്നുന്നില്ല ചോദ്യപേപ്പർ കാണുമ്പോൾ എന്നൊക്കെ, അതായത് +2കാർ അതേപോലെ തന്നെയാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷേ ഫുള്ള് കിട്ടണം എന്ന് വിചാരിച്ച് എഴുതുമ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ടാണ് ഒത്തിരി പേര് നമുക്ക് കമൻറ്റ് ചെയ്തത്. അതുപോലെ ആയിരുന്നോ നിങ്ങൾക്ക് +1ൻ്റെ ചോദ്യപേപ്പറും? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതൊന്ന് അറിയിക്കുക. ആൻഡ് നിങ്ങൾ ഇനി ഒന്നും പേടിക്കേണ്ട, ഇനി കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ അടിച്ചു പൊളിക്കുക.
ഇനി +2ൻ്റെ ട്യൂഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ, ഇനിയിപ്പോൾ സ്കൂൾ ഉടനെ തുടങ്ങും. അപ്പോൾ നിങ്ങളെന്തായാലും നല്ല രീതിയിൽ തന്നെ +2 ഇപ്പോൾ +1 എന്തായാലും ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതങ്ങ് വിട്ടേക്കുക. ബാക്കി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം നോക്കാമല്ലോ. പക്ഷേ +2 ആദ്യം മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. സോ നമ്മുടെ ചാനൽ രേഖാസ് ഫിസിക്സ് ക്ലാസ്സസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ +2ൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, എന്നാലും അത് വീണ്ടും ഒന്നും കൂടെ ഒരൊറ്റ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ് ഉണ്ടാവും, കസിൻസ്, സിസ്റ്റേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ആൻഡ് ഹാപ്പി വെക്കേഷൻ ആൻഡ് എ ഗുഡ് സ്റ്റാർട്ട് ഫോർ യുവർ +2.